ഹായ് വെൽക്കം ടു ഐഷസ് കിച്ചൻ. ഇന്ന് നല്ലൊരു ഡെസേർട്ടാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതായത് നോ ബേക്ക് ഓറിയോ ചീസ് കേക്ക്. ബേക്ക് ചെയ്യാതെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കുന്ന ഈ ചീസ് കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഈ ചീസ് കേക്കിലേക്ക് ചേർക്കാനുള്ള വിപ്പിഡ് ക്രീം തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെക്കാം. വിപ്പിംഗ് പൗഡർ കൊണ്ടാണ് ഈ വിപ്പിഡ് ക്രീം തയ്യാറാക്കിയിട്ടുള്ളത്. ഒരു ബൗളിലേക്ക് 2 പാക്കറ്റ് വിപ്പിംഗ് പൗഡർ ചേർത്ത് കൊടുത്ത് അതിലേക്ക് 1 കപ്പ് തണുത്ത പാല് ഒഴിച്ചു കൊടുത്ത് ബീറ്റർ കൊണ്ട് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കണം. അതായത് കണ്ടിന്യൂസ് ആയിട്ട് ബീറ്റ് ചെയ്യരുത്, നിർത്തി നിർത്തി വേണം ബീറ്റ് ചെയ്യാൻ. പിന്നെ 1 പാക്കറ്റ് വിപ്പിംഗ് പൗഡറിലേക്ക് 1/2 കപ്പ് തണുത്ത പാല്, അതാണ് അതിൻ്റെ റേഷ്യോ. പിന്നെ 1 കപ്പ് പാല് വേണമെങ്കിലും പാല് മൊത്തത്തിൽ ഒഴിക്കേണ്ട, കുറച്ച് ബാക്കി വെക്കാം, ആവശ്യമില്ലെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അതുപോലെ തണുത്ത പാല് വേണം, പക്ഷേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാല് ഇതിലേക്ക് യൂസ് ചെയ്യരുത്. കുറച്ച് നേരം 10 മിനിറ്റ് ഒക്കെ പുറത്ത് വെച്ച് പാല് വേണം ഇതിലേക്ക് ചേർക്കാൻ. വിപ്പിംഗ് പൗഡർ കൊണ്ടുള്ള വിപ്പിഡ് ക്രീം തയ്യാറാക്കുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ അതൊന്ന് നോക്കാം. വിപ്പിഡ് ക്രീം തയ്യാറായിട്ടുണ്ട്. ഇത് ബാക്കി ചേരുവകളൊക്കെ റെഡി ആവുന്നത് വരെ ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രീസറിൽ വെക്കരുത്, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇനി ചീസ് കേക്ക് തയ്യാറാക്കാനുള്ള സ്പ്രിംഗ് ഫോം റെഡിയാക്കാം. ഇതാണ് സ്പ്രിംഗ് ഫോം. ഇതുപോലത്തെ പാനിലാണ് ചീസ് കേക്ക് തയ്യാറാക്കേണ്ടത്. ഈ പാനിൻ്റെ സൈഡ് ഒന്ന് ബട്ടർ പേപ്പർ കൊണ്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കണം. ഈ ബട്ടർ പേപ്പർ ഇതിൽ നല്ല വൃത്തിയിൽ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബട്ടർ കൊണ്ട് പാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുത്തത്. ചീസ് കേക്ക് തയ്യാറാക്കാനുള്ള പാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓറിയോ ഒന്ന് പൊടിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ എടുത്തത് 16 കുക്കീസാണ്. അത് ഗ്രൈൻഡറിലെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. ഈ പൊടിച്ചു വെച്ചത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്. 50 ഗ്രാം എടുക്കണം. അതായത് ഈ റെസിപ്പിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് ഫ്രീസറിൽ നിന്ന് ബട്ടർ ഒന്ന് പുറത്ത് വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഈ ബട്ടറും ഓറിയോ കുക്കീസും നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. കൈ കൊണ്ട് യോജിപ്പിച്ച് കൊടുത്താലും മതി, അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ഒന്ന് ഉരുക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. പക്ഷേ അങ്ങനെ ആകുമ്പോൾ നമ്മൾ സ്റ്റൗ ഉപയോഗിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പാനിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഒരു സ്പൂൺ കൊണ്ട് നല്ല ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പം താഴെ നല്ല ലെവലായിട്ട് സെറ്റായി കിട്ടും. അങ്ങനെ 2 പാനിലും ഇതുപോലെ ചെയ്ത് കൊടുക്കാം. അങ്ങനെ റെഡിയായി കഴിഞ്ഞാൽ ബാക്കി ചേരുവകളൊക്കെ റെഡി ആവുന്നത് വരെ ഇത് രണ്ടും ഫ്രിഡ്ജിൽ വെക്കണം. അത് നിർബന്ധമാണ്, മറക്കരുത്. ഇനി ചീസ് കേക്കിൻ്റെ ലെയർ റെഡിയാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ക്രീം ചീസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അൽമറൈൻ്റെ ക്രീം ചീസാണ്. 108 ഗ്രാമാണ് ഒരു പാക്ക്. അങ്ങനത്തെ 2 പാക്കാണ് എടുത്തിട്ടുള്ളത്. അതും നേരത്തെ പറഞ്ഞതുപോലെ ചീസ് കേക്ക് തയ്യാറാക്കുന്നതിൻ്റെ ഒരുപാട് മുന്നേ തന്നെ ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ച് നല്ല സോഫ്റ്റ് ആയിട്ടേ നമ്മൾ ഈ റെസിപ്പിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഈ ക്രീം ചീസിന് പകരം വേറെ ക്രീം ചീസും ഉപയോഗിക്കാം. 200 ഗ്രാമാണ് മൊത്തത്തിൽ ക്രീം ചീസ് ഇതിലേക്ക് വേണ്ടത്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. നല്ല ക്രീമി ആവുന്നത് വരെ ബീറ്റ് ചെയ്യണം. ക്രീം ചീസ് ആയതുകൊണ്ട് പെട്ടെന്ന് ക്രീമി ആവും, എന്നാലും അധികം നേരം എടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും നല്ലോണം ക്രീമി ആവുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലവണ്ണം ക്രീമി ആയി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പഞ്ചസാര പൊടിച്ചതോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡോ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് വീണ്ടും ഇങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഈ പഞ്ചസാരയും ക്രീം ചീസും ഒക്കെ നല്ല യോജിച്ച് വരുന്നവരെ ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഈ പഞ്ചസാര പൊടിച്ചതിന് പകരം പഞ്ചസാര നേരിട്ടും ചേർത്ത് കൊടുക്കാം. പക്ഷേ നല്ലത് പൊടിച്ചതാണ് ഇതിലേക്ക് നല്ലത്. പഞ്ചസാരയും ചീസും ഒക്കെ നല്ലവണ്ണം യോജിച്ച് വരുന്നത് വരെ ഇതുപോലെ നല്ലോണം ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1 ടീസ്പൂൺ വനില എസൻസ് ആണ്. അത് ചേർത്ത് കൊടുത്ത് ഇതുപോലെ വീണ്ടും ഒന്ന് നല്ലോണം യോജിപ്പിച്ച് കൊടുക്കാം ബീറ്റ് ചെയ്തിട്ട്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഇതിലേക്ക് ചേർക്കേണ്ട ക്രീം ചീസ് സോൾട്ടഡ് ആവരുത്. അൺസോൾട്ടഡ് ക്രീം ചീസാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ വേറെ ഏതെങ്കിലും ബ്രാൻഡ് ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അൺസോൾട്ടഡ് ക്രീം ചീസ് ഉപയോഗിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം. സോൾട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ ഉപ്പുരസം വരും.
ഇപ്പോൾ ഇത് നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെച്ച വിപ്പിഡ് ക്രീം ചേർത്ത് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഹാൻഡ് വിസ്കർ ഉപയോഗിച്ചിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കാനുള്ളത് ചൈന ഗ്രാസ് ആണ്. 10 ഗ്രാം ചൈന ഗ്രാസ് ആണ് ഞാൻ ഇവിടെ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. ചൈന ഗ്രാസ് വേവിച്ച ശേഷം അരിപ്പയിലൂടെ അരിച്ചിട്ട് ചെറുതായി ചൂടാറിയ ശേഷമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. ഇത് നന്നായി യോജിപ്പിച്ച് കൊടുക്കണം, എന്നാലേ ഇത് സെറ്റ് ആവുള്ളൂ. ഇനി ഫ്രിഡ്ജിൽ സെറ്റ് ആവാൻ വേണ്ടി വെച്ച ഓറിയോ ലെയറിൻ്റെ മുകളിലേക്ക് ഈ ക്രീം ചീസ് ലെയർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ചൈന ഗ്രാസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ചൂടോടുകൂടി ഒഴിക്കരുത്. തയ്യാറാക്കി അത് അരിപ്പയിലൂടെ അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കുറച്ച് നേരം പുറത്ത് വെച്ച ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വല്ലാണ്ട് തണുത്തും പോകരുത്, തണുത്ത് പോയാൽ അത് സെറ്റായി പോകും ചൈന ഗ്രാസ്. പിന്നെ ചൈന ഗ്രാസിന് പകരം ജെലാറ്റിനും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ചൈന ഗ്രാസ് പ്യൂർ വെജ് ആയതുകൊണ്ടാണ് ഞാനിവിടെ പ്രിഫർ ചെയ്യണത്. ഇനി ഇതൊന്ന് സ്പാറ്റില കൊണ്ട് ഒന്ന് മുകൾ ഭാഗം ഒന്ന് ലെവൽ ചെയ്ത ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാൻ വെക്കണം. ഒരു 6 മുതൽ ഒരു 8 മണിക്കൂർ വരെയെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചാലേ സെറ്റ് ആവുള്ളൂ. അത് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫ്രീസറിൽ വെക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. അങ്ങനെ നമ്മളുടെ ഓറിയോ ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് എങ്ങനെ ഓപ്പൺ ആക്കലെന്ന് നോക്കാം. അങ്ങനെ നമ്മളുടെ നോ ബേക്ക് ഓറിയോ ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല 2 ലെയറായിട്ട് വന്നത് കണ്ടില്ലേ. ഇനി ഈ ബട്ടർ പേപ്പർ ഇപ്പോൾ റിമൂവ് ചെയ്യരുത്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡെക്കറേഷന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എന്തും ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പ്രത്യേക ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലവിൻ്റെ ഷേപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഓറിയോ പൊടിച്ചതാണ്, അത് അരിപ്പയിലൂടെ അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഹാർട്ട് ഷേപ്പിൽ കിട്ടും. ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ആ ബട്ടർ പേപ്പർ അപ്പോൾ റിമൂവ് ചെയ്യരുത്. ഇത് ചെയ്ത ശേഷം മാത്രം റിമൂവ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇതിന് മുകളിൽ നിന്ന് ആ ഹാർട്ട് ഷേപ്പ് എടുക്കുന്നതും വളരെ ശ്രദ്ധിച്ച് വേണം, കാരണം അത് സ്റ്റിക്കായിട്ടുണ്ടാവും അതിന് മുകളിൽ. ഇനി വല്ല ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് വേണം അത് പുറത്തെടുക്കാൻ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്ത വിപ്പിഡ് ക്രീം വിപ്പിംഗ് പൗഡർ കൊണ്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം ഹെവി വിപ്പിംഗ് ക്രീം കൊണ്ട് ബീറ്റ് ചെയ്തിട്ടും വിപ്പിഡ് ക്രീം തയ്യാറാക്കാം. അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന വിപ്പിഡ് ക്രീം ഉണ്ടല്ലോ റെഡിമെയ്ഡ്, അതും വാങ്ങിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പിന്നെ ഇങ്ങനെ വിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, നേരിട്ട് യൂസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഡെക്കറേഷനൊക്കെ മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പർ സൈഡിൽ നിന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ നോ ബേക്ക് ഓറിയോ ചീസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് വാലന്റൈൻസ് ഡേക്കൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ട് കൂടിയാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. താങ്ക്